ഹായ് ഓൾ, റീനീറ്റ് എക്സാമിന് കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത്. അപ്പോൾ കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന ചാപ്റ്ററിന്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ റീനീറ്റ് എക്സാമിന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നത് ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ്. ഫസ്റ്റ് എക്സാം നടന്നപ്പോൾ 3 ക്വസ്റ്റ്യൻസേ ഉണ്ടായിരുന്നുള്ളൂ. സാധാരണ ചോദിക്കുന്നതും ആ ഒരു റേഞ്ചിലായിരുന്നു. എന്നാൽ റീനീറ്റ് വന്നപ്പോൾ ഞെട്ടിച്ചു കളഞ്ഞു, 7 ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് വന്നു അല്ലേ. അപ്പോൾ നമുക്ക് കെമിസ്ട്രിയുടെ നമ്പർ ഓഫ് ചാപ്റ്റേഴ്സ് 21 എടുക്കുമ്പോൾ 45 ക്വസ്റ്റ്യൻസ് ആണ് ആകെ ഉള്ളത്. അപ്പോൾ അതിൽ 7 ക്വസ്റ്റ്യൻ ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെ വന്നു. അപ്പൊ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് നമ്മുടെ കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. അപ്പൊ എന്തൊക്കെയാണ് ചോദിച്ചത് നമുക്കൊന്ന് നോക്കാം. എല്ലാ ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റിൽ നിന്നും ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ആദ്യത്തേത് നോമൻക്ലേച്ചർ എന്ന ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻ ആണ്. കോർഡിനേഷൻ കോമ്പൗണ്ടുകളുടെ നോമൻക്ലേച്ചർ നെയിം അവർ തന്നിട്ടുണ്ട്, നമ്മൾ കറക്റ്റ് ഫോർമുല ഐഡന്റിഫൈ ചെയ്യാന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കോംപ്ലക്സ് നിങ്ങൾ വായിക്കുമ്പോൾ സെൻട്രൽ മെറ്റൽ ആറ്റം കൊബാൾട്ട് ആണ് അല്ലെ. കൊബാൾട്ട്, ടെട്രാമീൻ, അക്വ, ക്ലോറിഡോ, കൊബാൾട്ട് 3 എന്നാണ്. അപ്പൊ കൊബാൾട്ട് ആണ് മെറ്റൽ ആറ്റം. അതിന്റെ കൂടെ ലിഗാൻഡ് ആയിട്ട് അമോണിയ, ടെട്ര എന്നാണ്. അപ്പൊ നമുക്ക് 4 അമോണിയ മോളിക്യൂൾസും ദെൻ ഒരു അക്വ മീൻസ് വാട്ടർ ആണ്, ക്ലോറിഡോ മീൻസ് ക്ലോറിൻ ആണ്. കൗണ്ടർ അയോണും ക്ലോറിൻ തന്നെയാണ്. പക്ഷേ കൗണ്ടർ അയോണിന്റെ നമ്പർ അതെങ്ങനെയാണ് കിട്ടുന്നത്? കോർഡിനേഷൻ സ്പിയറിന്റെ ചാർജ് കിട്ടിയാൽ കൗണ്ടർ അയോൺ എത്ര ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. അപ്പൊ കോർഡിനേഷൻ സ്പിയറിന്റെ ചാർജ് അറിയണമെങ്കിൽ കൊബാൾട്ടിന്റെ ഓക്സിഡേഷൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, പേരിന്റെ കൂടെ 3 എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ. 3 പ്ലസ് അമോണിയയും വാട്ടറും ന്യൂട്രൽ ആണ്, ക്ലോറിൻ -1 ആണ്. അപ്പോൾ നമ്മുടെ കോർഡിനേഷൻ സ്പിയറിന്റെ ചാർജ് +2 എന്ന് വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കൗണ്ടർ അയോൺ ആ ചാർജിനെ ന്യൂട്രലൈസ് ചെയ്യണമെങ്കിൽ -2 വരണമല്ലോ. -2 വരണമെങ്കിൽ അവിടെ എത്ര ക്ലോറിൻ വന്നേ പറ്റുള്ളൂ? 2 ക്ലോറിൻ വരണം അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ആൻസർ 1 ഉം 4 ഉം തമ്മിലാണ് കൺഫ്യൂഷൻ വരിക. അപ്പൊ Cl2 എന്ന് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം കറക്റ്റ് ആൻസർ ഓപ്ഷൻ 1 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. ഐസോമെറിസം എന്ന ടോപ്പിക്കാണ്. 2 കോംപ്ലക്സുകളാണ് തന്നിരിക്കുന്നത്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1ൽ തന്നിരിക്കുന്ന കോംപ്ലക്സ് FeOX ത്രൈസ്. OX എന്ന് പറയുന്നത് ബൈഡന്റെ ലിഗാൻഡ് ആണ്, ഓക്സലേറ്റോ എന്നാണ് ഈ ലിഗാൻഡിന്റെ പേര്. അപ്പോൾ ബൈഡന്റെ ലിഗാൻഡ് ആണ്. അപ്പോൾ ഒരു ലിഗാൻഡ് തന്നെ 2 ബോണ്ട് ഫോം ചെയ്യും മെറ്റലുമായിട്ട്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഈ സ്ട്രക്ചർ വരയ്ക്കുക. ഇനി ഞാൻ ഇതിന്റെ മിറർ ഇമേജ് വരയ്ക്കുകയാണ്. അപ്പോൾ ഈ ഇപ്പോൾ വരച്ചിരിക്കുന്ന സ്ട്രക്ചറിന്റെ മിറർ ഇമേജ് ഞാൻ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്നത് ഈ ഒരു രീതിയിലാണ് അല്ലെ. ഇങ്ങനെ നേരെ തിരിഞ്ഞ് മിറർ ഇമേജ് എങ്ങനെ വരും എന്നുള്ള രീതിയിൽ ഞാൻ വരച്ചു. എന്നിട്ട് ഞാൻ പറയാണ് ഈ 2 മിറർ ഇമേജുകളും നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആണ്. ഇങ്ങനെ നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ് ഫോം ചെയ്യുന്ന മോളിക്യൂൾസിനെയാണ് നമ്മൾ എന്ത് പേര് പറയുക? കൈറാൽ. അപ്പൊ തീർച്ചയായിട്ടും ഇവർ കൈറാൽ ആണ് അല്ലെ. സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ സ്റ്റേറ്റ്മെന്റ് 2ൽ കൊടുത്തിരിക്കുന്ന കോംപ്ലക്സോ, സ്റ്റേറ്റ്മെന്റ് 2ലെ കോംപ്ലക്സ് ക്രോമിയത്തിന്റെ കോംപ്ലക്സ് ആണ്. ഓക്സലേറ്റ്, 2 ഓക്സലേറ്റ് ലിഗാൻഡുകളാണുള്ളത്, അതോടൊപ്പം 2 വാട്ടർ മോളിക്യൂളും ഉണ്ട്. ഞാൻ ഇങ്ങനെ വരയ്ക്കാൻ കാരണം എന്താ? ക്വസ്റ്റ്യനിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഏത് രീതിയിൽ വരയ്ക്കണം. ട്രാൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സെയിം ഗ്രൂപ്പ് ഓപ്പോസിറ്റ് സൈഡ് ആയിട്ട് അല്ലെ. ഓക്സലേറ്റ് 2 ഓപ്പോസിറ്റ്, വാട്ടർ 2 ഓപ്പോസിറ്റ്. അപ്പൊ ട്രാൻസ് ആണ്. ഈ ട്രാൻസ്ഫോമിന്റെ മിറർ ഇമേജ് എനിക്ക് വേണമെങ്കിൽ വരയ്ക്കാം, പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാകും മിറർ ഇമേജ് വരച്ചാൽ ഇതുപോലെ തന്നെയായിരിക്കും. കാരണം ഇതൊരു പ്ലെയിൻ ഓഫ് സിമെട്രി ഉള്ള മോളിക്യൂൾ ആണ് അല്ലെ. അപ്പൊ സിമെട്രിക് ഷേപ്പുകൾക്ക് മിറർ ഇമേജ് എടുക്കുമ്പോൾ അതുപോലെ തന്നെയല്ലേ വരുള്ളൂ. അപ്പൊ അങ്ങനെ മിറർ ഇമേജ് സൂപ്പർ ഇമ്പോസിബിൾ ആണ്. അങ്ങനെ വന്നാൽ കൈറാലിന് വിളിക്കില്ല. നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് വരുന്ന മോളിക്യൂളുകളെ കൈറാലിന് വിളിക്കും. സൂപ്പർ ഇമ്പോസിബിൾ ആണെങ്കിൽ കൈറാലിന് വിളിക്കില്ല. അപ്പൊ എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്? സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്, പക്ഷേ സ്റ്റേറ്റ്മെന്റ് 2 ഇൻകറക്റ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റുന്നത് ഏതാ? ഓപ്ഷൻ 4 ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ്, സ്റ്റേറ്റ്മെന്റ് 2 ഇൻകറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ അതും ഐസോമറിസത്തിൽ നിന്ന് തന്നെയാണ്. കോംപ്ലക്സ് വിച്ച് ഹാസ് ഫേഷ്യൽ ആൻഡ് മെറിഡിയോണൽ ഐസോമർ. അതായത് നമ്മൾ ഷോർട്ടായിട്ട് ഫാക്മർ ഐസോമർ എന്ന് പറയും. നിങ്ങൾ ഒരു ഫോർമാറ്റ് ഇങ്ങനെ പഠിച്ചു വെക്കുക. MA3B3 കോംപ്ലക്സുകളിൽ കാണുന്ന ഐസോമറിസത്തിന്റെ പേരാണ് ഫാക്മർ ഐസോമറിസം. അപ്പോൾ A3B3 ടൈപ്പ് കോംപ്ലക്സ് ഏതാണ് ഓപ്ഷനിൽ നമ്മൾ കാണുന്നത്? സെക്കൻഡ് ഓപ്ഷൻ നോക്കിക്കേ, ക്രോമിയം ആണ് നമ്മുടെ സെൻട്രൽ മെറ്റൽ ആറ്റം. ക്രോമിയത്തിന്റെ കൂടെ A3 മീൻസ് പിരിഡീൻ എന്ന ലിഗാൻഡ് 3 എണ്ണം. ദെൻ B3 ഏതാണ്? ക്ലോറിൻ 3 എണ്ണം. ഇതല്ലേ MA3B3. അപ്പോൾ MA3B3 ആണെങ്കിൽ ഉറപ്പിച്ചോണം ഏത് ഐസോമറിസം പോസിബിൾ ആണ്? ഫാക്മർ ഐസോമറിസം പോസിബിൾ ആണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ 2 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 1:3 ഇലക്ട്രോലൈറ്റ് ഇൻ ആൻ അക്വ സൊല്യൂഷൻ. നമ്മുടെ കോർഡിനേഷൻ കോമ്പൗണ്ടുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? കോർഡിനേഷൻ കോമ്പൗണ്ടിനെ വാട്ടറിൽ ഡിസോൾവ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് കോർഡിനേഷൻ സ്പിയർ ഒറ്റയ്ക്ക് നിൽക്കും അല്ലെ. കോർഡിനേഷൻ സ്പിയറിനെ അയണൈസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഈ കോർഡിനേഷൻ സ്പിയർ ദാറ്റ് ഈസ് CONH3 6 ടൈംസ് എന്നുള്ളത് ഒരിക്കലും അയണൈസ് ചെയ്യില്ല. അവരങ്ങനെ തന്നെ നിൽക്കും. അയണൈസ് ചെയ്യുന്നത് ആരാ? 3 ക്ലോറിൻ അയണൈസ് ചെയ്ത് 3 ക്ലോറൈഡ് അയോൺ അവിടെ ഉണ്ടാകും. അപ്പൊ മീനിങ് എന്താ? ഇതിനെ വാട്ടറിൽ ഡിസോൾവ് ചെയ്താൽ അല്ലെങ്കിൽ
ഇതിന്റെ അക്വ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് 1:3 ആണ് അല്ലെ. 1:3 ഇലക്ട്രോലൈറ്റ്. സ്ഫിയറിനെ നമ്മൾ 1 എന്നായിട്ട് എടുക്കുക. കൗണ്ടർ അയോൺ 3 എണ്ണം ഉള്ളതുകൊണ്ട് 1:3 ഇലക്ട്രോലൈറ്റ് എന്നാണ് വിളിക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ 4 ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ പൊട്ടാഷ്യാലം റേഷ്യോ ഓഫ് പൊട്ടാസ്യം ആൻഡ് സൾഫേറ്റ്. കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന ചാപ്റ്റർ തുടങ്ങുമ്പോൾ അവിടെ നമ്മൾ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ്. വാട്ട് ആർ ദി ഡിഫറൻസസ് ബിറ്റ്വീൻ ഡബിൾ സോൾട്ട് ആൻഡ് പൊട്ടാഷ്യാലം, ഡബിൾ സോൾട്ട് ആൻഡ് കോർഡിനേഷൻ കോമ്പൗണ്ട്. അതിൽ ഡബിൾ സോൾട്ടിന്റെ എക്സാമ്പിൾ ആണ് പൊട്ടാഷ്യാലം എന്ന് പറയുന്നത്. പൊട്ടാഷ്യാലം എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഫോർമുല അറിയണം, എന്നാലേ നമുക്ക് ഈ റേഷ്യോ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ K2SO4 Al2SO4 ത്രൈസ് 24H2O. ഇതാണ് പൊട്ടാഷ്യാലത്തിന്റെ കറക്റ്റ് ഫോർമുല. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇതിലാകെയുള്ളത് എത്ര പൊട്ടാസ്യം ആണ്? 2 പൊട്ടാസ്യം. അപ്പോൾ സൾഫേറ്റ് എത്ര ഉണ്ട്? ടോട്ടൽ സൾഫേറ്റ് എത്രയുണ്ട്? ഇവിടെ ഒരു പൊട്ടാസ്യത്തിന്റെ കൂടെ ഒരു സൾഫേറ്റും അലൂമിനിയത്തിന്റെ കൂടെ 3 സൾഫേറ്റും ആണ്. അങ്ങനെ 4 സൾഫേറ്റ് ഉണ്ട് അല്ലെ. അപ്പോൾ 2:4 ആണ്. സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പോൾ 1:2 എന്നാണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ പൊട്ടാഷ്യാലത്തിലെ പൊട്ടാസ്യം സൾഫേറ്റ് റേഷ്യോ എന്താണ്? 1:2 റേഷ്യോ ആണ്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. കറക്റ്റ് ആൻസർ ഓപ്ഷൻ 2 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയിൽ നമ്മൾ സ്പെക്ട്രോ കെമിക്കൽ സീരീസ് പഠിക്കും അല്ലെ. ലിഗാൻസിനെ അവരുടെ ഫീൽഡ് സ്ട്രെങ്ത് അനുസരിച്ച് അറേഞ്ച് ചെയ്യുന്ന ഒരു സീരീസ് ആണ് സ്പെക്ട്രോ കെമിക്കൽ സീരീസ്. ഇവിടെ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ഡിക്രീസിംഗ് ഓർഡർ ഓഫ് ഫീൽഡ് സ്ട്രെങ്ത് ആണ്. അപ്പോൾ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ലിഗാൻഡ് ഏതാണ്? കാർബൺ മോണോക്സൈഡും സയനൈഡും ഒക്കെയാണ് ഏറ്റവും സ്ട്രോങ്. സയനൈഡ് ഇവിടെ കൊടുത്തിട്ടില്ല. അപ്പോൾ പിന്നെ കാർബൺ മോണോക്സൈഡ് ആണ് ഏറ്റവും സ്ട്രോങ്. അത് കഴിഞ്ഞ് അമോണിയ ലിഗാൻഡ് ആണ്. അതിനേക്കാളും വീക്കാണ് വാട്ടർ. എന്നാൽ ഏറ്റവും വീക്ക് ആരാണ്? ഹാലജൻസ് ഒക്കെയാണ് ഏറ്റവും വീക്ക്. അപ്പോൾ ഇവിടെ ക്ലോറിൻ ആണ് ഏറ്റവും വീക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ എഴുതി വരുമ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ 2 ആണ് വരിക. കാർബൺ മോണോക്സൈഡ് ഗ്രേറ്റർ ദാൻ, അമോണിയ ഗ്രേറ്റർ ദാൻ, വാട്ടർ ഗ്രേറ്റർ ദാൻ Cl-. ക്ലോറിനും വാട്ടറും ഒക്കെ വീക്ക് ലിഗാൻഡുകളാണ്. കാർബൺ മോണോക്സൈഡ് ആണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ലിഗാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിക്രീസിംഗ് ഓർഡറിൽ നമ്മൾ എഴുതുമ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 2 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്പിൻ ഉള്ളി മാഗ്നറ്റിക് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുക. കുറച്ച് കോംപ്ലക്സുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് കോംപ്ലക്സ് എന്ന് പറയുന്നത് TiH2O 6 ടൈംസ് 3+ ആണ്. അപ്പോൾ ടൈറ്റാനിയം 3+. നമുക്കറിയാം ടൈറ്റാനിയം 3+ എന്ന് പറഞ്ഞാൽ ദർ വിൽ ബി 1 d ഇലക്ട്രോൺ അല്ലെ. d ഇലക്ട്രോൺ ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കേണ്ട കേട്ടോ. നമ്മളിവിടെ എന്നിന്റെ വാല്യൂ കൂടുതലാണോ, എന്നിന്റെ വാല്യൂ 1 തൊട്ട് 5 വരെ വരുമ്പോൾ മാഗ്നറ്റിക് മൊമെന്റും അതിനനുസരിച്ച് കൂടും. കാരണം മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ √n × n+2 ആണ്. അപ്പോൾ നമുക്കിവിടെ n 1 എന്നാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ അടുത്ത ഓപ്ഷനിലേക്ക് പോവുക. n 2 വരുന്നുണ്ടെങ്കിൽ അവിടെ മാഗ്നറ്റിക് മൊമെന്റ് ഇതിനേക്കാളും കൂടുതലായിരിക്കും. നമ്മളിവിടെ ഹയസ്റ്റ് ആർക്കാന്നേ ചോദിച്ചിട്ടുള്ളൂ, അല്ലാതെ എത്രയാണെന്ന് ചോദിച്ചിട്ടില്ല. അപ്പോൾ വെറുതെ നിങ്ങൾ മാഗ്നറ്റിക് മൊമെന്റ് വാല്യൂ കണ്ടുപിടിച്ച് സമയം കളയരുത്. n വാല്യൂ കൂടുതൽ ആർക്കാണെന്ന് നോക്കിയാൽ അതുകൊണ്ട് തന്നെ നമുക്ക് ആൻസർ ആയി കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഓപ്ഷനിൽ നമുക്ക് വന്നത് ഒരു അൺപെയർഡ് ഇലക്ട്രോൺ അല്ലെ, n 1 വരുന്നുള്ളൂ എന്ന് കിട്ടി. അതേപോലെ ഞാൻ സെക്കൻഡ് ഓപ്ഷൻ നോക്കുകയാണ്. സെക്കൻഡ് ഓപ്ഷനിലെ നമ്മുടെ സെൻട്രൽ മെറ്റൽ ആറ്റം മാംഗനീസ് ആണ്. മാംഗനീസിന്റെ കൂടെ ലിഗാൻഡ് ആയിട്ട് വരുന്നത് സയനൈഡ് ആണ് അല്ലെ. MnCN6 3- എന്നാ കൊടുത്തേക്കുന്നത്. അപ്പോൾ മാംഗനീസ് 3+ ആണ്, D4 ആണ്. എത്ര d ഇലക്ട്രോൺ ഉണ്ട്? 4 d ഇലക്ട്രോൺ. അപ്പോൾ 5 d ഓർബിറ്റിലാണ് നമുക്കുള്ളത്. അതിൽ 2 d ഇലക്ട്രോൺ ഇങ്ങനെ പെയർ ചെയ്ത് നിൽക്കും, ഇങ്ങനെ പെയർ ചെയ്യും. കാരണം സയനൈഡ് സ്ട്രോങ് ലിഗാൻഡാണ്. ഇപ്പോൾ ഹൈബ്രിഡൈസേഷൻ ഒക്കെ നമ്മൾ പറയും അല്ലെ. എന്താണ്? D2sp3. അപ്പോൾ 2 d ഓർബിറ്റിൽ വേക്കന്റ് ആയിട്ട് എനിക്ക് വേണം അല്ലെ. അപ്പോൾ അതുകൊണ്ട് D2sp3 ഹൈബ്രിഡൈസേഷൻ എന്നൊക്കെയാണ് നമ്മളിത് പറയുക. അപ്പോൾ ആ ഒരു d ഓർബിറ്റലിനെ അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് d ഇലക്ട്രോൺ ഒരെണ്ണം ഇങ്ങനെ പെയർ ചെയ്ത് പോയത്. അങ്ങനെ ഒരെണ്ണം പെയർ ചെയ്താലും ബാക്കി 2 എണ്ണം അൺപെയർഡ് ആയിട്ട് തന്നെ നിൽക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയണം ഈ സെക്കൻഡ് കോംപ്ലക്സിൽ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ 2 ആണ് വരുന്നത്. ഓക്കെ. അപ്പോൾ സെക്കൻഡ് കോംപ്ലക്സിൽ n = 2 വരും. ഇനി തേർഡ് കോംപ്ലക്സ് നോക്കാം. FeCN6 3- എന്നാ കൊടുത്തേക്കുന്നത്. അപ്പോൾ FeCN6 3- എന്ന് പറയുമ്പോൾ അവിടെ Fe3+ ആണ്. Fe3+ എന്ന് പറഞ്ഞാൽ D5 ആണ്. ഓക്കെ. D5 സയനൈഡ് സ്ട്രോങ് ആയതുകൊണ്ട് ഈ 5 ഇലക്ട്രോൺസ് പെയർ ചെയ്ത് നിൽക്കും. പക്ഷെ നമുക്കറിയാം ഇതൊരു ഓഡ് നമ്പർ ആണ്. പെയർ ചെയ്താലും അവിടെ എന്ത് പറ്റും? ഒരു അൺപെയർഡ് ഇലക്ട്രോൺ വരും അല്ലെ. ഓഡ് നമ്പർ അല്ലേ. അപ്പോൾ 2 വീതം നമ്മൾ പെയർ ചെയ്താലും ഒരു ഇലക്ട്രോൺ ഒറ്റയ്ക്ക് നിൽക്കുന്നു. അതുകൊണ്ട് മൂന്നാമത്തെ ഓപ്ഷനിലും നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ 1 തന്നെയാണ് വരിക. ഇനി വാട്ട് അബൌട്ട് ലാസ്റ്റ് ഓപ്ഷൻ? ലാസ്റ്റ് ഓപ്ഷൻ കൊബാൾട്ടിന്റെ കോംപ്ലക്സ് ആണ്. കൊബാൾട്ട് അമോണിയ കോംപ്ലക്സ് ആണ്. അപ്പോൾ ഈ കോംപ്ലക്സിൽ അമോണിയ സ്ട്രോങ്
ലിഗാൻഡ് ആയിട്ട് ആക്ട് ചെയ്യും, പെയറിംഗ് ഒക്കെ നടക്കും. കൊബാൾട്ട് D7S2 ആണ്. കൊബാൾട്ട് 3+ എന്ന് പറയുമ്പോൾ D6 ആണ്. D6 അതായത് ഡി ഓർബിറ്റലിൽ നമുക്ക് 6 ഇലക്ട്രോൺസിനെ പെയർ ചെയ്ത് കാണിക്കണം. അപ്പോൾ 6 ഇലക്ട്രോൺസിനെ പെയർ ചെയ്യുമ്പോൾ അവിടെ കംപ്ലീറ്റ് പെയറിംഗ് ആണ്, അവിടെ ഇലക്ട്രോൺ ഒന്നും അൺപെയർഡ് ഇല്ല. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഓപ്ഷൻ വരുമ്പോൾ അവിടെ നമുക്ക് n=0 ആണ്. അപ്പോൾ n= ഏറ്റവും കൂടുതൽ ഏതിലാ? ഓപ്ഷൻ 2-ലാണ്. അപ്പം n കൂടിയാൽ എന്ത് പറ്റും? നമ്മുടെ മാഗ്നറ്റിക് മൊമെന്റ് √n × n+2 അല്ലെ, 2 ഇട്ട് കൊടുത്ത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ 2.84 എന്ന മാഗ്നറ്റിക് മൊമെന്റ് ഒക്കെ കിട്ടും. അപ്പോൾ ഹയസ്റ്റ് മാഗ്നറ്റിക് മൊമെന്റ് വാല്യൂ കണ്ടുപിടിക്കാതെ തന്നെ നമുക്ക് പറയാം ഇവിടെ ആയിരിക്കും ഹയസ്റ്റ് മാഗ്നറ്റിക് മൊമെന്റ് വരിക. കാരണം ബാക്കി ഓപ്ഷൻസിലേക്ക് അൺപെയർഡ് ഇലക്ട്രോൺസിന്റെ എണ്ണം കുറവാണ്. ഓപ്ഷൻ 2-ലാണ് അൺപെയർഡ് ഇലക്ട്രോൺസിന്റെ എണ്ണം ഏറ്റവും കൂടുതലുള്ളത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ 2 ആയിരിക്കും. അപ്പോൾ ഇത് ഇത്രയുമായിരുന്നു നമ്മുടെ കോർഡിനേഷൻ കോമ്പൗണ്ടിൽ നിന്ന് റീനീറ്റ് എക്സാമിന് ചോദിച്ചത്. നോമൻക്ലേച്ചർ, ഐസോമറിസം, ക്രിസ്റ്റൽ ഫീൽഡ് തിയറി, ഇതിൽ നിന്നെല്ലാം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കും നമുക്ക് ഈ ചാപ്റ്റർ വളരെ നല്ല രീതിയിൽ പഠിച്ചു വെക്കണം. കാരണം വെയിറ്റേജ് ഇത്രത്തോളം പ്രതീക്ഷിച്ച് തന്നെ നമുക്ക് പഠിക്കാവുന്ന ചാപ്റ്ററാണ്. വേറെ ഒരു ചാപ്റ്ററുമായിട്ട് നമുക്ക് ഇനിയും കാണാം. താങ്ക്